ഈ കാണുന്നൊരു ഹൈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം ഒരു സെൽ കൺഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് സസ്റ്റെയിൻ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ബ്രേക്ക് ചെയ്ത് ഈ കാണുന്ന ഒരു 4000 ആൻഡ് 3900 ആ റേഞ്ചിലേക്കൊക്കെ പ്രൈസ് ഡ്രോപ്പ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ആൻഡ് കൂടുതലും സെല്ലിലേക്ക് ഫോക്കസ് ചെയ്യുക. കാരണം മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം, അതൊരു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ കാണുന്ന ഏരിയയിൽ നിന്ന് തന്നെ ഒരു സെൽ റിജക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സെൽ കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്നലെ ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റിൻ്റെ, അതായത് 1.139 ആ ലെവൽ വരെ പ്രൈസ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ബെറ്റർ എപ്പോഴും ഒരു കൺഫർമേഷൻ എടുത്ത് ട്രേഡ് എടുക്കുക. ഹൈ ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെന്റർ. സോ നമ്മളിന്ന് ഗോൾഡിൻ്റെ യൂറോസിൻ്റെ ലാസ്റ്റ് ഡേയ്സ് ഉള്ള അപ്ഡേറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നടന്നത് ഒരു പ്രീവിയസ് ഡേയുടെ ഹൈ ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു സെൽ സൈഡിലേക്കുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് മോർണിംഗിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു ഏഷ്യൻ സെഷൻ ആയപ്പോൾ തന്നെ നമുക്ക് ഈ കാണുന്നൊരു ഹൈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം ഒരു സെൽ കൺഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് SL ആയി. അതിനുശേഷം ഈ കാണുന്നൊരു എക്സ്ട്രീം ആയിട്ടുള്ള സപ്ലൈയിൽ വന്നതിന് ശേഷമാണ് ആ ഒരു സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്തത്. എന്നോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഏരിയയിൽ നിന്നൊരു സെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്റ്റിൽ ഈ കാണുന്ന 1 ഹവറിൻ്റെ ഒരു മേജറായിട്ടുള്ള ലിക്വിഡിറ്റി ലെവൽ വരെ നമ്മൾ ആ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിലേക്ക് വന്ന് റിയാക്ഷൻ ചെയ്ത് നിൽക്കുകയാണ്. ഹോപ്പ്ഫുള്ളി ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വരാനുള്ള ചാൻസസ് ഇനിയും വളരെ കൂടുതലാണ്. ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 1 ഹവറിൻ്റെ ഓർഡർ ഫ്ലോയിലേക്ക് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നിന്ന് ഒരു ബൈ നോക്കാം. പക്ഷേ ഈ കാണുന്ന ഹൈയിലേക്ക് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പോയിന്റിലേക്ക് ടാർഗറ്റ് ചെയ്ത് മാറുന്നതായിരിക്കും നല്ലത്. ആൻഡ് ടുഡേ ഫ്രൈഡേ ആണ്, അപ്പോൾ ഏത് മൂവ്മെൻ്റ് ആണ് പോകുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഹോപ്പ്ഫുള്ളി ഇവിടെ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് നല്ല രീതിയിൽ താഴത്തേക്ക് ഇറങ്ങാനുള്ള ചാൻസസും മാർക്കറ്റിനുള്ളത് കൊണ്ട് തന്നെ ഒരു സെൽ സൈഡിലേക്കുള്ള കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ഈ കാണുന്ന 1 ഹവറിൻ്റെ ഒരു ഓർഡർ ബ്ലോക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ കാണുന്ന ഒരു സെൽ കണ്ടിന്യൂഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഏരിയയിൽ എത്തിയതിന് ശേഷം പ്രോപ്പറായിട്ടൊരു ബൈ സെറ്റപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ബൈ വ്യൂയിലേക്ക് തന്നെ പോവാം. എൻ്റെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ബൈ കണ്ടിന്യൂഷൻ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 4147, അതുപോലെ തന്നെ 4181 ആൻഡ് 4200 ആ ലെവലിലേക്കൊക്കെ പ്രൈസ് പോകാനുള്ള ചാൻസസും ഉണ്ട്. ആൻഡ് ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് സസ്റ്റെയിൻ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ബ്രേക്ക് ചെയ്ത് ഈ കാണുന്ന ഒരു 4000 ആൻഡ് 3900 ആ റേഞ്ചിലേക്കൊക്കെ പ്രൈസ് ഡ്രോപ്പ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ബൈ ആൻഡ് സെല്ല് ചെയ്യുക. ഒരു ബൈ ഏരിയയിൽ നിന്ന് മാത്രം ബൈ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ആൻഡ് കൂടുതലും സെല്ലിലേക്ക് ഫോക്കസ് ചെയ്യുക. കാരണം മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം, അതൊരു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ളി താഴത്തേക്ക് പോകാനുള്ള ചാൻസസും മാർക്കറ്റിൽ നമുക്ക് ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് ഇനി EURUSD നോക്കാം. EURUSD നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേയ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 15 മിനിറ്റിൻ്റെ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, ഒരു മൊമെൻറ്റം മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രൈസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ കാണുന്ന ഏരിയയിൽ നിന്ന് തന്നെ ഒരു സെൽ റിജക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സെൽ കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്നലെ ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റിൻ്റെ, അതായത് 1.139 ആ ലെവൽ വരെ പ്രൈസ് പോകാനുള്ള ചാൻസസ് ഉണ്ട് ആ സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് ഈ ഒരു ഏരിയ ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഡിമാൻഡിലേക്കൊക്കെ പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നിങ്ങൾക്ക് ഒരു ബൈ തന്നെ നോക്കാം. അതല്ല, ഈ ഒരു ഏരിയയിൽ ബ്രേക്ക് ചെയ്തില്ല, ഈ കാണുന്ന ഒരു സെഷൻസിൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു ബൈ മൊമെൻറ്റമാണ് കാണിക്കുന്നതെങ്കിൽ ഈ കാണുന്ന ഒരു 1.1473 എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ പ്രൈസ് ഒരു സെൽ കണ്ടിന്യൂഷൻ കാണിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പറായിട്ട് ഒരു സെല്ല് എടുക്കാനായിട്ട് സാധിക്കും. അതല്ല, ഒരു ബൈ കണ്ടിന്യൂഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 1.153 ആ ലെവലിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ബെറ്റർ എപ്പോഴും ഒരു കൺഫർമേഷൻ എടുത്ത് ട്രേഡ് എടുക്കുക. ഇപ്പോൾ EURUSD നിൽക്കുന്നത് ഒരു ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നത്, either ബൈ ഓർ സെൽ. അത് 2 തരത്തിലുള്ള കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡ് എടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് TP ബുക്ക് ചെയ്ത് മാറുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ഒരു മേജറായിട്ടുള്ള ഒരു ഡിസിഷൻ നമുക്ക് മൺഡേ, ഈ ഒരു ദിവസത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം മൺഡേ വീക്കിലി അനാലിസിസിൽ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഒരു ക്യാൻഡിൽ ക്ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ ഓൺ EURUSD ആൻഡ് ഗോൾഡ്. ഇനി അടുത്ത ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.